നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്ങര. എൻ്റെ ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. പലവിധ സാങ്കേതിക തകരാറുകൾ, എൻ്റെ തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾ, പിന്നെ നല്ല തിരക്ക്, അതുകൊണ്ടൊക്കെയാണ് ഈ ചാനൽ തുടർന്നും എല്ലാ ദിവസവും വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ ക്ഷമിക്കുക, തൽക്കാലം ക്ഷമിക്കുക. എൻ്റെ ഈ കോലം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഷേവ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അല്ലാത്തൊരു പലവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. രാവിലെ 5:30 ഞാൻ ഉണർന്നു. എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. ഞാനങ്ങനെ എൻ്റെ ബോഡി ഫ്രഷ് ആവാനുള്ള ഒരു ടെൻഡൻസി എൻ്റെ ഉണ്ടായി. ഞാനങ്ങനെ ബാത്റൂമിൽ പോയി യൂറിനൊക്കെ പാസ് ചെയ്തു, അല്ല ഫ്രഷായി വന്ന് കിടന്നു. പെട്ടെന്ന് എനിക്കൊരു കാഴ്ച ലഭ്യമായി. ആ കാഴ്ചയെന്ന് പറയുന്നത്, ഞാനൊരു നഗരത്തിൽ നിൽക്കുകയാണ്. കൊല്ലം നഗരമാണത്. കൊല്ലം നഗരത്തിൽ ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡ് എന്ന് പറയും, കൊല്ലക്കാർക്കെല്ലാം അറിയാം. ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ പള്ളിയുടെ സൈഡിലൂടെ ഞാൻ കിഴക്ക് ഭാഗത്തേക്ക് നടന്നു വന്നു, അതായത് ചിന്നക്കടയിലേക്ക് നടന്നു വന്നു. ചിന്നക്കട റെയിൽവേ ഗേറ്റിൻ്റെ എത്തി. വലത് സൈഡിൽ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തതിന് ശേഷം ഞാൻ വടക്കു ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഞാൻ നടന്നെത്തിയത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ റോഡിന് വലതുവശത്ത് ഒരു വീട്ടിന് പുതിയ വീട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നു. അത് മുത്തൂറ്റ് ബാങ്കിൽ ജോലിയുള്ള ഒരാളുടെ വീടാണ്. പക്ഷേ അയാൾ പുതിയ വീട് പണിയുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം വീട്ടിൽ തന്നെ ഒരു ഓഫീസ് മുറി, ഒരുപക്ഷെ വീട്ടിൽ പണയമെടുക്കുന്നതിനായിരിക്കാം, ഒരു ഓഫീസ് മുറി സജ്ജീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭിത്തിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിന് മുറ്റത്തേക്ക് കയറിയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ഭിത്തി, അതായത് അദ്ദേഹം ഈ ഓഫീസ് മുറിയായിട്ട് സജ്ജീകരിക്കുന്ന മുറി കെട്ട് തിരിക്കുന്ന ഭിത്തി ചരിഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ നിർമ്മാണത്തിൽ പിഴകുണ്ട്, അതുകൊണ്ട് പൊളിച്ചിട്ട് വീണ്ടും പുതിയതായിട്ട് നല്ല രീതിയിൽ നിർമ്മിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും റോഡിലിറങ്ങിയിട്ട് ഞാൻ വടക്ക് ഭാഗത്തേക്ക് നടന്നുപോയി. വീണ്ടും വടക്ക് ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ഞാനൊരു കാഴ്ച കാണുകയാണ്. അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയി സത്സംഗത്തിലേർപ്പെടുന്നു. അതായത് ഭക്തരുടെ മുന്നിൽ ഒരു സത്സംഗത്തിൽ ഏർപ്പെടുമ്പോൾ ഭജൻ പാടാറുണ്ട്. അവരങ്ങനെ ഭജൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഭജൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ മുകളിലോട്ട് എടുത്ത് ഭജൻ പാടുന്നതിനോടൊപ്പം ഇങ്ങനെ മുകളിലേക്ക് എടുത്ത ശ്വാസം പിന്നെ അവർക്ക് തിരികെ ലഭിക്കുന്നില്ല. അവർക്ക് ശ്വാസവിഷ്ടം അനുഭവപ്പെട്ട് ആർത്തനാദത്തോടുകൂടി അവർ കമിഴ്ന്ന് വീണ് മരണപ്പെടുകയാണ്. ഇതാണ് ഞാൻ കണ്ട കാഴ്ച. ഇത് യഥാർത്ഥത്തിലൊരു സ്വപ്ന ദർശനമായിരുന്നു. ഇത് ഞാൻ കണ്ടത് 2015 മാർച്ച് 13 ഞാനൊരു കാഴ്ച കണ്ടത്. അന്ന് തന്നെ ഞാൻ എൻ്റെ സർപ്പഗന്ധി ബ്ലോഗിൽ കാഴ്ച അമൃതാനന്ദമയി എന്ന് തരത്തെഴുതിയുണ്ടായി. അപ്പം മാതാമൃതാനന്ദമയി ലോകത്ത് കോടിക്കണക്കിന് ആരാധകരുള്ള വിശ്വാസികൾ, അവരിൽ വിശ്വാസം അർപ്പിക്കുന്ന കോടിക്കണക്കിന് ഭക്തരുള്ള ആ ഒരു അവരുടെ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ മരണം ഒരു സ്വപ്നദർശനമായി എനിക്ക് വരികയുണ്ടായി. അതാണ് ഇത്. അപ്പോൾ എന്നെ ഇത്രയും നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. ഒപ്പം ഞാൻ തുടർന്നും സജീവമായി ഈ ചാനലുകളിൽ വീഡിയോ ഇടാം. ധാരാളമുണ്ട്. ഏതാണ്ട് 2013 മുതൽ 2025 വരെയുള്ള സ്വപ്നദർശനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ സ്വപ്നദർശനങ്ങളുണ്ട്. അപ്പോൾ ഞാനത് സെലക്റ്റീവായ സ്വപ്നദർശനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു, ആ പ്രിൻ്റ് ഔട്ടൊക്കെ തീർന്നു. ഇനിയിപ്പം പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൽ നോക്കിക്കൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. മുൻപ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരുന്നു. ആ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ടാണ് ഞാൻ ഈ സ്വപ്നദർശനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ആ പ്രിൻ്റ് ഔട്ടെല്ലാം അതിലെ അപ്രധാനമായ സ്വപ്നദർശനങ്ങളൊന്നും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട സ്വപ്നദർശനങ്ങൾ മാത്രമാണ് ഇതുവരെ ഞാൻ വീഡിയോ ആയിട്ട് സംപ്രേഷണം ചെയ്തത്. ഇനി പ്രധാനമായി ധാരാളം വാർത്തകളുണ്ട്. ധാരാളം മരണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, സ്പേസുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നദർശനങ്ങളൊക്കെ ഉണ്ട് ധാരാളം. അത് ഞാൻ നിരന്തരം ഇടാനുള്ള ശ്രമം, എൻ്റെ തൊഴിലിൻ്റെ, ഞാനൊരു ഇലക്ട്രോണിക് ടെക്നീഷ്യനാണ്, എൻ്റെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഞാൻ ചെയ്യാനുള്ള ശ്രമം നടത്തുകയല്ല, വീഡിയോ ചെയ്യാം. താങ്ക് യു.